സ്വന്തം മണ്ണ് എല്ലാവർക്കും പ്രിയപ്പെട്ടതാണ്. അപകടകരമായ രാസവസ്തുക്കളും മറ്റും ചേർന്ന പാത്രങ്ങളും ഒപ്പം രോഗങ്ങളും വലിയ വില കൊടുത്തു വാങ്ങുന്ന മലയാളി ആദ്യം കൈവിട്ടത് കളിമൺ പാത്രങ്ങളെയാണ്. എന്നാൽ ചില മലയാളികൾ കളിമൺ പാത്രങ്ങളുടെ ഉപജീവന സംസ്കൃതി പ്രവാസ ലോകത്ത് എങ്ങനെ വിജയകരമായി തിരിച്ചുപിടിക്കുന്നു എന്നത് നേരിൽ തന്നെ കാണുക. വലിയ വട്ടിയിൽ കളിമൺ പാത്രങ്ങൾ തലച്ചുമടായി വീട്ടിലെത്തിയിരുന്ന കാലം. കുംഭാരന്മാരുടെ ഏകാഗ്രതയും കരവിരുതും സമ്മേളിക്കുന്ന ആ കളിമൺ കാലം എന്നേ വിട പറഞ്ഞിരിക്കുന്നു. മണ്ണിന്റെ സ്പർശം മാത്രമല്ല, കരവിരുതിന്റെ ഒട്ടേറെ നാട്ടറിവുകളും സ്വായത്തമാക്കിയ ഒരു ജനതയുടെ ഉപജീവന മാർഗം കൂടിയായിരുന്നു അതോടെ അന്യം നിന്നു പോയത്. ഒരുപക്ഷെ ആ തലമുറയെ ഉള്ളിൽ ഓർമ്മിച്ചുകൊണ്ടാണ് പാലക്കാട് പെരിങ്ങോട്ടുകുറിച്ചി സ്വദേശി പൊന്നൻകുട്ടിയും സുഹൃത്തുക്കളും ഈ അറബ് ലോകത്ത് അതിജീവനത്തിന്റെ നാടൻ വഴി കണ്ടെത്തിയത്. ഷാർജയിൽ നിന്നും ഫുജൈറയിലേക്കുള്ള വഴിയിൽ തോബൻ ഇന്നിപ്പോൾ കളിമൺ പാത്രങ്ങളുടെ മരുഭൂവിലെ വിസ്മയമായ കേന്ദ്രമാണ്. കളിമൺ പാത്ര നിർമ്മാണത്തിലൂടെ തോബൻ പ്രദേശം ഗൾഫിൽ അടയാളപ്പെട്ടു കഴിഞ്ഞു. ഒപ്പം മലയാളി പ്രാവീണ്യത്തിന്റെ മുദ്രയും. സയ്യിദ് റാഷിദ് എന്ന സ്വദേശിയുടെ ഉടമസ്ഥതയിലുള്ളതാണ് സ്ഥാപനം. ജോലിക്കാരിൽ 4 പേരും മലയാളികൾ. സത്യത്തിൽ മരുഭൂമിയിൽ മണ്ണിന്റെ വിസ്മയഗാഥ കുറിക്കുകയാണിവർ. മുൻകാലങ്ങളിൽ കേരളത്തിൽ നിന്നു കൊണ്ടുവരുന്ന മണ്ണ് ഉപയോഗിച്ചായിരുന്നു പാത്രനിർമ്മാണം. എന്നാൽ വിദൂരമായ കേരളത്തിൽ നിന്നും മണ്ണ് കൊണ്ടുവരിക ദുഷ്കരമായതിനാലാണ് കുറെ കൂടി അടുത്തുള്ള രാജ്യങ്ങളെ ആശ്രയിക്കുന്നത്. ഇപ്പോൾ പാകിസ്ഥാൻ, ഇറാൻ എന്നിവിടങ്ങളിൽ നിന്നാണ് പശിമയുള്ള മണ്ണിന്റെ ഇറക്കുമതി. റാസൽ ഖൈമ ഡാം പരിസരത്തു നിന്നുള്ള മണ്ണും അപൂർവമായ ചില ചെറിയ ഉൽപ്പന്നങ്ങൾക്കു വേണ്ടി പ്രയോജനപ്പെടുത്തുന്നുണ്ട്. തമിഴ്നാട്ടിൽ നിന്ന് പരിശീലനം നേടിയാണ് പൊന്നൻകുട്ടി ഇവിടെ എത്തുന്നത്. ഗൾഫിൽ 2 മീറ്റർ ഉയരത്തിൽ വരെ കളിമൺ പാത്രം രൂപപ്പെടുത്താൻ കഴിഞ്ഞതിന്റെ ത്രില്ലിലാണ് പൊന്നൻകുട്ടി. വളാഞ്ചേരി പുരമന്നൂർ സ്വദേശികളായ നാരായണനും അളഗിരിയുമൊക്കെ കരവിരുതിൽ മിടുക്കരാണ്. കരകൗശല വസ്തുക്കളായ ദല്ല, കോഫി പോട്ട് പോലെയുള്ള UAE-യുടെ തനത് ഉൽപ്പന്നങ്ങൾക്കാണ് പ്രിയം കൂടുതൽ. അറബ് ഭവനങ്ങളിലും പഞ്ചനക്ഷത്ര ഹോട്ടലുകളിലും അലങ്കാര വിളക്കുകൾ സ്ഥാപിക്കുന്ന കൂടുകൾ, ബിരിയാണിയും മറ്റും വിളമ്പുന്ന ചട്ടികൾ എന്നിവയും ധാരാളമായി വിറ്റുപോകുന്നു. മണ്ണ് കുഴച്ചെടുക്കാൻ ഇവിടെ യന്ത്രസഹായവുമുണ്ട്. ചൂളയുടെ നിർമ്മിതിയും കേരളത്തിന്റെ രീതിയിലല്ല ഇവിടെ. ഇറാൻ രീതിയിലുള്ള ചൂളയിലാണ് പാത്രങ്ങൾ ചുട്ടെടുക്കുന്നത്. 2 ദിവസം വരെ പാത്രങ്ങൾ ചൂളയിൽ കിടന്ന് വേവും. ഉയർന്ന അനുപാതം വരെ ചൂടെത്തിച്ചാണ് പാത്രങ്ങൾ വേവിച്ചെടുക്കുന്നത്. മസാഫിയിലെ ഫ്രൈഡേ മാർക്കറ്റ് ഉൾപ്പെടെ ആഭ്യന്തര വിപണികളിലും മൺപാത്രങ്ങൾക്ക് ആവശ്യക്കാർ ഏറെയാണ്. സൗദി അറേബ്യ, ബഹ്റൈൻ ഉൾപ്പെടെ ഗൾഫ് രാജ്യങ്ങളിലും കളിമൺ പാത്രങ്ങൾക്ക് ഡിമാൻഡ് ഏറുകയാണ്. മേൽത്തരം കളിമൺ ലഭ്യമായിട്ടും പാത്രങ്ങൾ പണിയാൻ ആളില്ല എന്നതാണ് കേരളത്തിൽ ഈ വ്യവസായത്തിന് തിരിച്ചടിയായതെന്ന് പൊന്നൻകുട്ടി പറയുന്നു. നല്ല വിലയുണ്ട് ഇപ്പോൾ, പക്ഷെ പണിയാൻ ആളില്ല. ഇപ്പോൾ പിള്ളേർ കുട്ടികൾ മക്കളാരും പണിയെടുക്കുന്നില്ല. പുതിയ സാങ്കേതിക വിദ്യകൾ പ്രയോജനപ്പെടുത്താൻ കഴിഞ്ഞാൽ പുറം വിപണികളിൽ കേരളത്തിന് അത് വലിയ മുതൽക്കൂട്ടാകുമെന്നും ഗൾഫിൽ കളിമൺ പാത്രത്തിലൂടെ അതിജീവനം വാർത്തെടുക്കുന്ന ഈ മനുഷ്യർ അഭിപ്രായപ്പെടുന്നു. പല കാരണത്താൽ 10ാം ക്ലാസ് പഠനം പൂർത്തീകരിക്കാൻ സാധിക്കാതെ പോയ എത്രയോ പേരുണ്ട് ഈ ഗൾഫ് നാട്ടിൽ. കേരള സർക്കാർ ഏർപ്പെടുത്തിയ തുല്യതാ പരീക്ഷ വലിയ അവസരമായി മാറിയിരിക്കുകയാണ് ഈ മനുഷ്യർക്ക്. ദുബൈ KMCC-യുടെ പരിശീലന ക്ലാസ് വർദ്ധിച്ച താൽപ്പര്യത്തോടെ നെഞ്ചോട് ചേർത്ത് പിടിക്കുകയാണ് ഈ മനുഷ്യർ. ജീവിതത്തിന്റെ അപ്രതീക്ഷിതമായ വഴിത്തിരിവുകളിൽ അറിവിന്റെ ലോകം ഇന്നും പലർക്കും അന്യമാകുന്നുണ്ട്. ആദ്യാക്ഷരങ്ങൾ കുറിച്ച് ജീവിത ചുറ്റുപാടുകൾ കാരണം വിദ്യാലയങ്ങളുടെ പടിയിറങ്ങേണ്ടി വന്ന അത്തരം ഒരുപാട് സുഹൃത്തുക്കൾ ഇന്നും നമുക്കിടയിലുണ്ട്. ഒരുപക്ഷെ നമ്മിൽ പലരും അക്ഷരങ്ങൾക്ക് കൂട്ടുകൂടാൻ കഴിയാതെ പോയ ആ കാലത്തെക്കുറിച്ച് ഏറെ ഖേദിക്കുന്നുമുണ്ടാവും. വിദ്യാലയങ്ങൾ പകരുന്ന അനുഭവ പാഠങ്ങൾ നുകരാനാവാത്തതിൽ മരുപ്പച്ച തേടി കടൽ കടന്നവരും ധാരാളമുണ്ട്. സാഹചര്യങ്ങൾ പഠിപ്പിച്ച അനുഭവജ്ഞാനം കൈമുതലായുള്ള ഇവർക്ക് വൈകിയ വേളയിലെങ്കിലും അറിവിനെ പുൽകാനുള്ള വഴി തുറന്നിരിക്കുകയാണ് ഈ വേദികൾ. കേരള സർക്കാരിന്റെ സാക്ഷരതാ പരിപാടിയുടെ ഭാഗമായി അനുവദിച്ച
10ാം ക്ലാസ് തുല്യതാ പരീക്ഷയ്ക്കുള്ള പരിശീലനത്തിനും ക്ലാസിനും പ്രവാസ ലോകത്തെ പ്രമുഖ സന്നദ്ധ സംഘടനയായ KMCC-യാണ് അവസരമൊരുക്കിയത്. ജീവിതത്തിൽ അസാധ്യമെന്ന് കരുതിയ 10ാം ക്ലാസ് പരീക്ഷ എഴുതാനുള്ള അവസരം പ്രവാസ ജീവിതം സമ്മാനിച്ച എല്ലാ നേട്ടങ്ങളെക്കാളും വലുതായി ഇവർ കാണുന്നു. എൻ്റെ വാപ്പ ഒരു ക്ഷീര കർഷകനായിരുന്നു. ഞങ്ങൾ ഒരു 8 മക്കളുണ്ട് ഞങ്ങൾ. അപ്പം 8 മക്കൾക്കൊക്കെ അന്ന് ആ രീതിയിൽ വിദ്യാഭ്യാസം കൊടുക്കാനുള്ള ഒരിത് വാപ്പക്ക് അന്ന് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോഴത്തെ കാലത്തൊക്കെ ഉണ്ടായ സന്തോഷത്തിൽ ഏറ്റവും വലുത് ഇപ്പോൾ SSLC പാസ്സാകുക എന്നുള്ള ഒരിതാണ്. മരുഭൂമിയിലെ അതിജീവന തിരക്കുകൾ മാറ്റിവെച്ച് ദുബൈയിൽ ഈ അവസരം ഉപയോഗപ്പെടുത്താൻ എത്തുന്നത് 103 പേരാണ്. വിവിധ മേഖലകളിൽ ആത്മവിശ്വാസത്തിലൂടെ ഉയർന്ന പദവികൾ കൈയാളുന്നവർ പോലും അക്ഷരങ്ങളോട് കൂട്ടുകൂടാൻ ഇവിടെ എത്തുന്നുണ്ട്. വെള്ളി, ശനി ദിവസങ്ങളിൽ നടക്കുന്ന ക്ലാസുകളിൽ പങ്കെടുക്കാൻ, ആഴ്ചയിൽ ലഭിക്കുന്ന വിലപ്പെട്ട ഒഴിവ് ദിവസം ത്യജിക്കാൻ ഇവർക്കൊട്ടും മടിയില്ല. ഇങ്ങനെ ഒരു അവസരമൊരുക്കാൻ സാധിച്ചതിൽ ഏറെ സംതൃപ്തിയുണ്ടെന്ന് ദുബൈ KMCC സാരഥി അൻവർ നഹ പറയുന്നു. മലയാളികളുടെ ഒരു കോൺസെൻട്രേറ്റഡ് മാസ് ഇവിടെയുണ്ട്. അപ്പം തീർച്ചയായിട്ടും അത്തരം പ്രോഗ്രാമുകൾ ദുബായിൽ കൊണ്ടുവരിക എന്നുള്ളത് KMCC പോലെയുള്ള ഒരു ജനകീയ പ്രസ്ഥാനത്തിൻ്റെ ബാധ്യതയായി കണ്ടുകൊണ്ടാണ് ഞങ്ങളുടെ ഓരോ മൂവ്മെൻറ്റും പോയിക്കൊണ്ടിരിക്കുന്നത്. ബാല്യത്തിൻ്റെ ഗൃഹാതുരതയിലേക്ക് കൈപിടിച്ചു കൊണ്ടുപോകുന്ന അനുഭവമാണ് ജീവിത സായാഹ്നത്തിൽ പലർക്കും ഈ അവസരം. ഇവിടെ എത്തുന്നവർക്കായി ഒരു അധ്യാപക ബാങ്ക് തന്നെ സംവിധാനിച്ചിട്ടുണ്ട് KMCC. 8 വിഷയങ്ങൾക്കായി 27 അധ്യാപകർ ഉൾക്കൊള്ളുന്നതാണ് ഈ ബാങ്ക്. ഓരോ അധ്യാപകനും പുതിയ നിയോഗത്തിൽ ഏറെ സംതൃപ്തരാണ്. വളരെ ഇൻട്രസ്റ്റിംഗ് ആണ് ക്ലാസ്. കുട്ടികൾക്ക് വരാൻ താല്പര്യമുണ്ട്. ഒരു അവർ ലേറ്റ് ആയാലും അവർ ഒരു മേക്കപ്പ് ചെയ്യുന്ന അവസ്ഥയുണ്ട്. പക്ഷേ കുട്ടികളുടെ വിജ്ഞാന ഭാഗത്തുനിന്നും അവരുടെ പരിശ്രമത്തുനിന്നും വളരെയധികം ഞങ്ങൾക്ക് ആവശ്യം വരികയാണ്. സ്വദേശിവൽക്കരണം പ്രവാസ ലോകത്ത് സൃഷ്ടിക്കുന്ന തൊഴിൽ ഭീഷണി പലരെയും തിരിച്ചുപോക്കിന് നിർബന്ധിക്കേ വീണ് കിട്ടിയ അവസരത്തെ അത്രമേൽ സ്നേഹിക്കുന്നുണ്ട് പലരും. ഗൾഫിൽ തന്നെ പരീക്ഷ എഴുതാൻ അവസരമൊരുങ്ങുന്നു എന്നതും ഏറെ പ്രശംസനീയമാണ്. എന്നാൽ ഒരു ദുഃഖം മാത്രമുണ്ട് ഇവർക്ക്. പരീക്ഷാ ഫീസിനത്തിൽ സർക്കാർ ഈടാക്കുന്ന തുക പലർക്കും വലിയ ബാധ്യത തന്നെയാണ്. എന്ത് ന്യായം പറഞ്ഞാലും ഈ അവസരം പ്രയോജനപ്പെടുത്താൻ സാധാരണക്കാരായ ചിലർക്കെങ്കിലും കഴിയാതെ പോയതിൻ്റെ കാരണം വലിയ ഫീസ് നിരക്ക് തന്നെയാണ്. ജീവിത സായാഹ്നത്തിലെ പ്രവാസപ്പാച്ചിലിനിടയിലും വിദ്യ നുകരാൻ സമയം കണ്ടെത്തുന്ന ഈ പ്രവാസി സുഹൃത്തുക്കൾ വലിയ മാതൃകയാണ് നമുക്ക്. ഒപ്പം മനസ്സുവെച്ചാൽ ഒന്നും അസാധ്യമല്ലെന്ന ഓർമ്മപ്പെടുത്തലും.